ഹായ്, ഞാൻ മണികണ്ഠൻ. തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലമാണ് എൻ്റെ സ്വദേശം. 100% ഇംഗ്ലീഷ് സാക്ഷരത എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ക്ലാസ് ആരംഭിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പ്രായം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ മനസ്സിൽ ഇംഗ്ലീഷ് ഭാഷ എഴുതുവാനും വായിക്കുവാനും പഠിക്കുവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് 100% ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് തരുന്ന ക്ലാസ്സുകൾ കൃത്യമായി വായിക്കുക, എഴുതുക, വീണ്ടും സ്വന്തമായി കുറേശ്ശെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. എങ്കിൽ നിങ്ങൾക്ക് അനായാസം ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും കഴിയും. നമുക്കിന്ന് ജിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ജി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? നമുക്ക് മലയാളത്തിനെ അതേപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം. ഇവിടെ ഞാൻ ഗണേശൻ എന്നൊരു വാക്ക് തന്നിട്ടുണ്ട്. ഗ ഈ ദീർഘിട്ട് കഴിഞ്ഞാൽ നേ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നീണ്ടു പോകും. നേ ശ എൻ, ഗണേശൻ. അപ്പോൾ ഗ പേരുകൾ എപ്പോഴും നിങ്ങൾ വലിയക്ഷരം എഴുതണം കേട്ടോ. ഞാനിവിടെ ചെറിയക്ഷരമാണ് എഴുതിയിട്ടുള്ളത്. പേരുകൾ എഴുതുമ്പോൾ സ്ഥലത്തിൻ്റെ പേര്, രാജ്യത്തിൻ്റെ പേരുകൾ എഴുതുമ്പോൾ എപ്പോഴും വലിയക്ഷരം എഴുതാൻ മറക്കരുത്. ഞാനിവിടെ ചെറിയക്ഷരമാണ് എഴുതിയിട്ടുള്ളത്. ജി എ ഗ അല്ലേ, ണ് ഗണ്, ഏ ഗണേ. എന്താ ഈ ദീർഘത്തിന് നമ്മൾ ഈ ഇട്ട് കൊടുക്കുക. അപ്പം ഗണേ ഷ് അ ശ സ അല്ലേ, ശ സ ശ ഗണേശ എൻ, ഗ നേ ശ എൻ, ഗണേശൻ. ഇനി അടുത്ത് നോക്കൂ, ഇവിടെ ഇങ്ങനെ എന്താ നേ, ഇവിടെ വന്നപ്പോഴോ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഗേന്നോ, ഇങ്ങനെ വന്നപ്പോഴോ ഗോന്നായി. ഇങ്ങനെ ദീർഘിട്ടിട്ടണ്ട. ഈ ദീർഘിട്ട് ഇവിടെ ഒരു ദീർഘം വന്നു കഴിഞ്ഞാൽ കണ്ട, അപ്പം എന്ത് വന്നു? ഗോ. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഗേന്നായി. ഇത് വന്നു കഴിഞ്ഞാൽ ഗോ എന്നായി. പലർക്കും സംശയം വരാറുള്ളതാണ്. പ പ ഗോപാല, ക്രി ക്രി എന്താ കൃഷ് ണ എൻ, ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ തന്നിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം? ജി ഓ ഗോ, ജിയോ ഗോ, പ് അ പ ഗോപാ, ല് ആ ല ഗോപാല, കൃ കെ ആർ ഐ ക്രി ക്രി, കെ ആർ കൃ ഐ ഇട്ടപ്പോൾ ക്രി. മുൻ ക്ലാസ്സിൽ പഠിച്ചാണ് ക്രിയൊക്കെ അല്ലേ. ക്രി ഷ് എസ് എച്ച് ഷ്, കൃഷ് ണ് കൃഷ്ണ്, ആ കൃഷ്ണ എൻ. ജിയോ ഗോ, പ് അ പ ല് ആ ഗോപാല, ക്രി കെ ആർ കൃ ക്രി, ഷ് കൃഷ് കൃഷ്, ണ് ആ കൃഷ്ണ എൻ, ഗോപാല കൃഷ്ണൻ. ഇനി ഗ്രാമ്യ, ഗ്ര കണ്ട ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഗ്രാമ്യ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മ്യ, ഗ്രാമ്യ. നോക്കൂ, ജി ആർ ഗൃ ആ ഗ്രാ മ്, വൈ ഇടുമ്പോൾ മ്യ, ഗ്രാമ്യ. ജി ആർ എ ഗ്ര മ്, ഗ്രാമ് മി, ഗ്രാമ്യ, ഗ്രാമ്യ. ഗാനം നോക്കൂ, ഗാനം ജി എ ഗ ഗ ന് ആ ന അം, ജി എ ഗ ഗ ന് ആ ന അം, ഗാനം. ഇനി ഗണഗീതം, ഗണഗീതം, ഗണഗീതം. ജി എ ഗ ണ് ആ ഗണ, ഗണ ഗണ ഗണ. ഗീ, ജി ഇ ഇ ഗീ ഗീ, ത് ത് ടി എച്ച് ത് ആ ത അം, ജി എ ഗ ണ് ആ ണ, ജി ഗീ ഗീ ത് ആ ത അം, ഗണഗീതം. ഗംഗ നോക്കിയാൽ ചെറിയ പൂജ ഉണ്ട് കേട്ടാ. ഗംഗ പേരിട്, ഗംഗാ നദി കേട്ടില്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ജി എ ഗ അങ് ഗങ്, ഗ ആ ഗംഗ. ഗംഗ എന്നും വായിക്കും, ഗംഗ എന്നും വായിക്കും കേട്ടാ. ഗംഗ എന്നും ഗംഗ എന്നും നമുക്ക് വായിക്കാം. ഇനി രാഘവൻ എന്താ, പായും ലായും ചേരുമ്പോൾ ഖ എന്ന വാക്കാണ് കിട്ടുക. ഖ എന്ന അക്ഷരം, മലയാള അക്ഷരം. രാഘവൻ. അപ്പോൾ ഇങ്ങനെ ഖ വരുമ്പോൾ ജി എച്ച് ആണ് ഇടുക. എന്താണ് ഇടുക? ജി എച്ച്, ഖ, രാഘ. അപ്പോൾ രാഘവൻ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ആരെ രാ ഖ്, ജി എച്ച് ഖ്, ഖ, രാഘ. വ് ആ എൻ, രാഘവൻ. രാ ഖ വ എൻ, രാഘവൻ. ഇനി രഘുനന്ദൻ, രഘുനന്ദൻ, നന്ദൻ, രഘുനന്ദൻ. ആരെ ര ഖ് ഖു, രഘു,
ന നൻ നൻ ന്ത് നന്ദ അൻ രഘുനന്ദൻ രഘുനന്ദൻ. ഇനിയാണ് ലാഘവം. ലാഘവം മലയാളം പദമാണ് കേട്ടോ. ലാഘവം എല്ലേ ലാ ഖ് ഖ ഖ വ് അ അം ലാഘവം. ല ഖ വ അം ലാഘവം. ജിക്ക് ഒടുവിലായിട്ട് അല്ലെങ്കിൽ ശേഷം ഈ വരികയാണെങ്കിൽ ഉച്ചാരണം ജ് എന്നായിരിക്കും. എന്താണ്? ജിക്ക് ഒടുവിലായിട്ട് അല്ലെങ്കിൽ ശേഷം ഈ വരികയാണെങ്കിൽ ജ് എന്നാണ് ഉച്ചരിക്കുക. ഉദാഹരണം നോക്കൂ. ജിക്ക് ശേഷം ഈ വന്നിട്ടുണ്ട് അല്ലേ? ശേഷം ഈ വന്നിട്ടുണ്ട്. ഏജ് എന്താണ് വായിക്കുക? ഏജ് എന്നാണ് വായിക്കുക. ഏജ്. ഇനി പി എ ജി ജിക്ക് ശേഷം ഈ വന്നിട്ടുണ്ട്. പേജ്. പേജ് അറിയില്ല പുസ്തകത്തിലെ പേജുകൾ. പേജ്. ഇനി റേജ് എന്താണ്? ജി ഈന് ജിക്ക് ശേഷം ഈ വന്നിട്ടുണ്ട്. റേജ് കോപം, ദേഷ്യം. അതായത് ജിക്ക് ഒടുവിലായിട്ട് അല്ലെങ്കിൽ ശേഷം ഈ വന്നാൽ ഉച്ചാരണം ജ് എന്നാണ്. ഉദാഹരണം എ ജി ഇ ഏജ്. ജിക്ക് ശേഷം ഈ വന്നു വയസ്സ്. പേജ് പി എ ജിക്ക് ശേഷം ഈ വന്നു പേജ്. റേജ് ജിക്ക് ശേഷം ഈ വന്നു കോപം. റേജ്. ഇങ്ങനെയുള്ള വാക്കുകളും നിങ്ങൾ പഠിച്ചിരിക്കണം. GINGER ജിഞ്ചർ എന്നാണ് വായിക്കുക. അല്ലാണ്ട് ഗിഞ്ചർ എന്ന് വായിക്കില്ല. ജിഞ്ചർ. എന്താണ്? ജിഞ്ചർ. ഇഞ്ചി. ജിഞ്ചർ ഇഞ്ചി. ഇനി നോക്കൂ. PGN PEPGGON ION PGN എന്താണ്? PGN പ്രാവ്. എന്താണ്? PGN പ്രാവ്. ഇമേജിൻ 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 പ്രതിബിംബം. നമ്മുടെ മുഖമൊക്കെ കാണില്ലേ? കണ്ണടയിലൊക്കെ കാണില്ലേ? പ്രതിബിംബം. ഇനി ജേം GE ജേം അണുക്കൾ. അണുക്കൾ ജെയിംസ് കേട്ടില്ലേ? ജെയിംസ്. ജെയിം അല്ല കേട്ടോ. ജെയിംസ് അണുക്കൾ. ജേം. ജർമ്മൻ എന്താണ്? ജർമ്മൻ സ്ഥലം. ജർമ്മനി കേട്ടില്ലേ? ജർമ്മനി. ജർമ്മൻ. ജിയുടെ കൂടെ ഈ വന്നാൽ ജ് എന്ന് നമ്മൾ ഉച്ചരിച്ചു അല്ലേ? ഇനി ഓ വന്നു കഴിഞ്ഞാൽ ഈ ഓ അപ്പോൾ ജിയോ എന്നാണ് വായിക്കുക. അപ്പോൾ ജിക്ക് ശേഷം ഈ ഓ വരികയാണെങ്കിൽ ജിയോ എന്ന് വായിക്കണം. ജിയോ നമ്മൾ കേട്ടില്ലേ? ഫോണല്ലേ ജിയോ. ഇനി ജിയോമെട്രി. എന്താണ് ജിയോമെട്രി? ജിയോമെട്രി ക്ഷേത്രഗണിതം. കണക്കിന് ഉദ്ദേശിക്കുന്ന കേട്ടോ. ജിയോമെട്രി ക്ഷേത്രഗണിതം. ഇനി ജോർജ് നമ്മുടെ പേരില്ലേ? ജോർജ്. അപ്പം ജോർജ് എങ്ങനെ എഴുതും? GORG അല്ല, GEORGE ജോർജ്. ഇനി ജിയോളജി കേട്ടിട്ടില്ലേ? ജിയോളജി എന്താണ്? ഭൂഗർഭശാസ്ത്രം. ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്യുമല്ലേ മണ്ണൊക്കെ, അതിനോട് ഉപയോഗിക്കുന്നതാണ് ജിയോളജി എന്ന് പറയുന്ന വിഭാഗം കേട്ടോ. ജിയോളജി ഭൂഗർഭശാസ്ത്രം. നമ്മൾ മുകളിൽ പഠിച്ചത് ജിയുടെ ഉച്ചാരണം ജ് എന്നാണ്. അത് അവിടെ വെച്ച് കഴിഞ്ഞു. ഇനി വരുന്നതൊക്കെ ഗ എന്നാണ് ഉച്ചരിക്കുക. നോക്കൂ. GET ഗെറ്റ്. ഗെറ്റ് ലഭിക്കുക, കിട്ടുക. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ രൂപം എന്തായിരിക്കും? ലഭിച്ചു. GOT ഗോട്ട് ലഭിച്ചു. അപ്പോൾ ഗെറ്റ് ലഭിക്കുകയാണെങ്കിൽ ഗോട്ട് ലഭിച്ചു എന്നായിരിക്കും. ഇനി ഗോഡ്. GOD ഗോഡ്. ജി വലിയ അക്ഷരമാണ് എഴുതേണ്ടത്. ദൈവം എന്നുള്ളതിന് ഞാൻ ചെറിയ അക്ഷരമാണ് എഴുതിയിട്ടുള്ളത്. GOD ഗോഡ് ദൈവം. ഇനി നോക്കൂ. GOOD ഗൂഡ് എന്ന് വായിക്കില്ല, ഗുഡ് എന്നാണ് വായിക്കുക. ഗുഡ് നല്ലത് അല്ലേ? ഗുഡ് നല്ലത്. ഇവിടെ നമ്മൾ ഗോഡ് എഴുതി അല്ലേ? ഗോഡിനെ തിരിച്ചിട്ടപ്പോൾ എന്തായി മാറി? DOG ഡോഗ് നായ. GOD ഗോഡ് തിരിച്ചിട്ടപ്പോൾ DOG ഡോഗ് നായയായി അല്ലേ? GIVE ഗിവ് തരിക, കൊടുക്കുക. GIVE ഗിവ്
തരിക, കൊടുക്കുക. ഗിവ് കൊടുക്കുക നമ്മൾ പഠിച്ചു. അതിൻ്റെ കഴിഞ്ഞ രൂപമാണ് ഗേവ്. GA ഗേ ഗ ഗേ വ് ഗേവ്. അതായത് GA ഗ ഗേ വ് ഇ ഗേവ് ഗേവ് കൊടുത്തു. അപ്പം ഗിവ് കൊടുക്കുക, ഗേവ് കൊടുത്തു. GOLD ജിയോ ഗോൾഡ് 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 എന്താണ് ഗോൾഡ്? സ്വർണം. ഇപ്പം നല്ല വിലന് ഗോൾഡ് സ്വർണം. ഇനി നോക്കിയേ GOLD ഗോൾഡ് സ്വർണം. BIG ബിഗ് ബിഗ് വലിയ ബിഗ് കേട്ടില്ലേ? ബിഗ് വലിയ. BAG BA ബാഗ് 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 സഞ്ചി. നമ്മൾ കണ്ടില്ലേ തൂക്കി പിടിച്ചിട്ട് പോണ സഞ്ചി, ബാഗ് സഞ്ചി. HUN ഹങ്ക് ഹങ്ക് റി ഹംഗ്രി. എന്താണ് ഹംഗ്രി? വിശപ്പ്. ഹംഗ്രി വിശപ്പ്. അപ്പം HUN ഹങ്ക് 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 റി ഹംഗ്രി ഹംഗ്രി വിശപ്പ്. ഇനി ആംഗ്രി ആംഗ്രി എന്താണ് ആംഗ്രി? ദേഷ്യം. ആംഗ്രി ദേഷ്യം. NGയിൽ അവസാനിക്കുന്നുവെങ്കിൽ ഉച്ചാരണം ങ് എന്നാണ്. അതായത് NG ആണ് അവസാനം വരുന്നുണ്ടെങ്കിൽ, ആ ഒരു വാചകത്തിൻ്റെ അവസാനം NGയിലാണ് അവസാനിക്കുന്നുണ്ടെങ്കിൽ ഉച്ചാരണം ങ്. നമ്മൾ പ്ലിങ് എന്നൊക്കെ കേട്ടില്ലേ? പ്ലിങ് ക്ലിങ്. അപ്പോൾ ങ് വരുന്നുണ്ടെങ്കിൽ ഉച്ചാരണം ങ് എന്നായിരിക്കും. അപ്പം നോക്കൂ, COMING. അപ്പം കമ്മിങ്. COMING കമ്മിങ് വരുന്നു. കമ്മിങ് എന്ന അർത്ഥം എന്താണ്? വരുന്നു. കമ്മിങ് വരുന്നു. GOING ഗോയിങ് പോകുന്നു. ഗോയിങ് എന്താണ്? ഗോയിങ് പോകുന്നു. ലുക്ക് നോക്കുക. ING ലുക്കിംഗ് നോക്കുന്നു. ലുക്കിംഗ് നോക്കുന്നു. ലിവ് ING ലിവിങ് താമസിക്കുന്നു. ലിവിങ് താമസിക്കുന്നു. GAM ഗാംബ് ഗാംബ് ഗാംബ്ലി ഗാംബ്ലിങ്. നോക്കുക, ഗാം ഗാംബ് ഗാംബ്ലിങ് ഗാംബ്ലിങ്. എന്താണ് ഗാംബ്ലിങ്? ചൂതാടുന്നു. ഗാംബിൾ ചൂതാടുക. ING വരുമ്പോഴാണ് ചൂതാടുന്നു വരിക കേട്ടോ. ഗാംബ്ലിങ് ചൂതാടുന്നു. SEAR സീർന്ന് വായിക്കില്ല, സേർന്നാണ് വായിക്കുക. അങ്ങനെ CH ING ചി സെർച്ചിങ് സെർച്ചിങ് തിരയുന്നു അന്വേഷിക്കുന്നു. സെർച്ചിങ് തിരയുന്നു അന്വേഷിക്കുന്നു. സെർച്ചിങ്. ഇനി AMO എമങ് ഒരു കൂട്ടത്തിൻ്റെ ഇടയിൽ കാണില്ലേ? ഒരെണ്ണത്തിന് ഒരു കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരെണ്ണം, അതിനെ നമ്മളാണ് എമങ്. ഒരു കൂട്ടത്തിൻ്റെ ഇടയിൽ. എമങ്. ലോങ് LONG ലോങ് ദൂരം അകലം. ലോങ് ദൂരം. ഈറ്റിംഗ് തിന്നുന്നു. ചെറുവക സാധനങ്ങളൊക്കെ തിന്നുന്നതിന് ഈറ്റിംഗ് എന്നാണ് പറയുക. റീഡിങ് 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 എന്താണ്? റീഡിങ് വായിക്കുന്നു. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? വായിക്കുന്നു. റീഡിങ്. അപ്പം റീഡിങ് റീഡിങ് വായിക്കുന്നു. ഡ്രിങ്ക് ING ഡ്രിങ്കിങ്. എന്താണ് ഡ്രിങ്കിങ്? കുടിക്കുന്നു. ഡ്രിങ്കിങ് കുടിക്കുന്നു. ഇനി HUG ഹഗ്. ഒരു ജീവും കൂടി ചേർക്കേണ്ടി വരും. ഹഗ്ഗിങ്. എന്താണ് ഹഗ്ഗിങ്? ഹഗ്ഗിങ് എന്ന് വെച്ചാൽ കെട്ടിപ്പിടിക്കുക, പുണരുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇപ്പോൾ സന്തോഷമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കെട്ടിപ്പിടിക്കും ഇല്ലേ? പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ കെട്ടിപ്പിടിക്കുന്ന കണ്ടിട്ടില്ലേ? സുഹൃബന്ധങ്ങളാകുമ്പോൾ കെട്ടിപ്പിടിക്കും. അതിനെ പറയുന്ന പേരാണ് ഹഗ്ഗിങ്. അപ്പം HUGG ഒരു ഹഗ് കെട്ടിപ്പിടിക്കുക, ഒരു ജിയും കൂടി ചേർക്കണം. ഹഗ്ഗിങ് വാരിപ്പുണരുന്നു, കെട്ടിപ്പിടിക്കുന്നു. ASK ആസ്ക് ING ആസ്കിങ് ചോദിക്കുന്നു. ആസ്കിങ് ചോദിക്കുന്നു. HEL ഹെൽപ്പ് ING ഹെൽപ്പിങ്. HEL ഹെൽപ്പ്
ഹെൽപ്പിംഗ് സഹായിക്കുന്നു. അപ്പോൾ റീഡിങ് വായിക്കുന്നു, ഡ്രിങ്കിങ് കുടിക്കുന്നു, ഹഗ്ഗിങ് പുണരുന്നു കെട്ടിപ്പിടിക്കുന്നു, ആസ്കിങ് ചോദിക്കുന്നു, ഹെൽപ്പിംഗ് സഹായിക്കുന്നു. മുകളിൽ തന്നിട്ടുള്ള വാക്കുകൾ നന്നായി എഴുതി വായിച്ചു പഠിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഡിക്ഷണറിയുടെ സഹായത്താൽ കുറേശ്ശെ വാക്കുകൾ നിങ്ങൾ എഴുതി പഠിച്ചാൽ കൂടുതൽ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ തന്നിട്ടുള്ള നമ്പറിൽ വിളിക്കാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ അടുത്ത ഭാഗം വരുന്നതുവരെ ബായ്.